guys, welcome back to channel. It's me Priyanka and I hope you all are doing great. So guys, today I am going to react on a birthday special mashup of Mohanlal sir. As you all know that today is 21st of May and today is Mohanlal's birthday. So let's wish him many happy returns of the day sir. And this video is edited by Richu. So let's check out the tribute video for that. अगर आप लोग मेरे चैनल पे नए हैं then जल्द सब्सक्राइब कर लो, subscribe and keep supporting me. And also don't forget to click on that bell icon to get notification of my upcoming videos. So let's get started the video. അഭിനയത്തിൽ അനായാസത കൈമുതലാക്കിയ അസാമാന്യ പ്രതിഭയെന്ന് ലോകം തന്നെ വാഴ്ത്തിയ നടൻ. പക്ഷേ ആ ലാലേട്ടനെ എവിടെയോ മലയാളിക്ക് നഷ്ടപ്പെട്ടിരിക്കുന്നു എന്നാണ് ഇപ്പോഴത്തെ മുറവിളി. സമീപകാല സിനിമകൾ കടുത്ത മോഹൻലാൽ ആരാധകർക്ക് പോലും സമ്മാനിച്ചത് നിരാശയാണെന്നുള്ളതാണ് സത്യം. നെയ്യാറ്റിൻകര ഗോപനും ലക്കി സിംഗും കാളിദാസും ഒന്നും മലയാളി കാഴ്ചക്കാരെ ഒരു തരത്തിലും തൃപ്തിപ്പെടുത്തിയില്ല എന്ന് സമ്മതിക്കാം. പക്ഷെ കേവലം ഒരാണ്ടിന്റെ കണക്കെടുപ്പിൽ തീരുന്നതല്ല ഈ അഭിനേതാവ് തുറന്നു വെച്ച ഭാവസമുദ്രമെന്ന് ഓർക്കണം. ജീവിതം തുടങ്ങിയപ്പോ ഒരു വാശിയോടെ നേടിയെടുത്ത സിംഹാസനം ലാലിന്റെ കാര്യം പറയുമ്പോൾ ഇപ്പോഴും നമ്മൾ ചിരിച്ചു പോകുന്ന അനായാസമായി ലാല് ബിഹേവ് ചെയ്യുന്നു. പക്ഷെ ആ അനായാസതയ്ക്ക് വലിയ വിലയുണ്ട് എന്ന് പറയുന്ന ചില ഷോട്ടുകളുണ്ട്. ആശ്വാസം. You talk through it. I'll kick your face and get out. Get off. തൊഴിലാളിയുടെ കണ്ണു പറഞ്ഞാൽ സിംഹമായി മാറും. ഈ പ്രേമിക്കുന്ന പെമ്പിള്ളാരൊക്കെ കല്യാണം കഴിക്കാൻ ഞാനൊരു ശ്രീകൃഷ്ണ ഭഗവാനാ. എന്താ ചേട്ടാ ഈ പെമ്പിള്ളാർക്കൊക്കെ എന്നെ കാണുമ്പോ ഇത്ര ആവേശം? ഞാൻ അത്രയ്ക്ക് സുന്ദരനാണോ? എന്നോട് പറ ഐ ലവ് യു. ഒരു യുവസുന്ദരന്റെ മുഖത്ത് നോക്കി ഒരു യുവസുന്ദരി പ്രേമിക്കണോ എന്ന് ചോദിച്ചാൽ ആരായാലും രണ്ട് കൈയും കെട്ടിരുന്നു തരും. പക്ഷേ ഐ എം സോറി, നിങ്ങൾ ക്ഷമിക്കൂ, അങ്ങനെ പ്രേമിക്കാൻ പറ്റിയ ഒരു മൂഡിലല്ല ഞാൻ. ഇത് നമ്മളെ കൊണ്ട് കൂട്ടിയാ കൂടുതലില്ല. ചെകുത്താന്റെ ചോരയാടാ എന്റെ അപ്പൻ്റെത്. ആ ചോരയിലുണ്ടായതാ ചാർലി. ചെകുത്താന് നിഗ്രഹിക്കാം. നെഞ്ചുകൂടി ഞാൻ പിടിക്കും. ഇവിടെ കളിയാക്കിയ നിന്റെ പൊളിച്ച വർത്താനവും പൂങ്കണ്ണീരും കത്തിക്കും ഞാൻ. I am going to kill. ഇനി ഒരുത്തരെ ദേഹത്തോട്ടാ ഞാൻ അവരെ കൊന്നിട്ടു. ഇത് പഴയ സേതു മാത്രമല്ല, കൊന്നും കൊടുത്തും പേര് തീർന്നവരെ. വാടാ. മോഹൻലാൽ ഒടിയൻ എന്ന ചിത്രത്തിൽ താങ്കൾ സംതൃപ്തനാണ്? ചിത്രത്തിന്റെ ഒരു എക്സ്പെക്ടേഷൻ വളരെ വലുതായിരുന്നു. പക്ഷേ ചിത്രം വന്നപ്പോൾ അത്രയും മാസ് അല്ല എന്നുള്ള നിലയിൽ സോഷ്യൽ മീഡിയയിലെല്ലാം തന്നെ വലിയ നിലയിൽ ആക്രമണം ഉണ്ടായിരുന്നു. കുറച്ചു കാലങ്ങളായിട്ട് മോഹൻലാൽ എന്ന നടന വിസ്മയം മങ്ങിക്കിടക്കുകയാണ്. മണിരത്നവും പ്രിയദർശനും വാഴ്ത്തിയ മോഹൻലാൽ ഇന്ന് വാഴ്ത്തപ്പെടുന്നത് പല
ട്രോൾ ഗ്രൂപ്പുകളും വാഴ്ത്തിയിട്ടാണ് ഇന്ന് മോഹൻലാൽ അറിയപ്പെടുന്നത്. മോഹൻലാലിന്റെ കരിയർ അവസാനിച്ചെന്ന് പലരും വിധിയെഴുതി. മോഹൻലാൽ ആരാധകരും സമ്പൂർണ്ണ നിരാശയിലായി. ശൈലിയിലും മോഹൻലാലിനെ ഇനി കാണാനാകില്ല. ഈ മോഹൻലാലിനെ കുറിച്ച് ഞാൻ പറഞ്ഞിരിക്കുന്നത് അയാൾ മനോഹരമായി അഭിനയിക്കുന്ന ഒരു നടനാണ്. അദ്ദേഹത്തിൻ്റെ ശക്തി, ഞാൻ പറഞ്ഞിട്ടുള്ള വാക്കാണ് പറയുന്നത്, അദ്ദേഹത്തിൻ്റെ ശക്തി എന്താണെന്ന് അദ്ദേഹത്തിന് അറിഞ്ഞുകൂടാ. ചാറും മൂടിയ കനലമനീരെ കാറ്റ് വീശട്ടെ, അതൊരു കനൽ കാറ്റാവട്ടെ. കുറച്ച് സമയമേ ഉള്ളൂ, എന്നിട്ട് അത് കണ്ടിട്ട് മനസ്സ് പറഞ്ഞു. ആരുടെ കൂർക്ക കണ്ടു ലുക്ക് എന്നൊക്കെ വെച്ച് കഴിഞ്ഞാൽ അതുകൊണ്ട് ലാലേട്ടൻ പൊളിയായിരുന്നു. പൊളി. കാലം മാറി സാർ. പുതിയ തലമുറയിലെ പെൺകുട്ടികൾ അങ്ങനല്ല. അവർ വ്യക്തമായി വിളിച്ചു പറയും ആരാ, എന്താ, എങ്ങനെയാണ്. Congratulations, I'm happy you're back. ജയിച്ചു അല്ലേ? അങ്ങനല്ലേ പാടുള്ളൂ. ഒരേ ഒരു രാജാവ്. മലയാളത്തിലും തമിഴിലും ബോളിവുഡിലും സിനിമയിൽ ഏറ്റവും അത്ഭുതപ്പെടുത്തിയ അഭിനേതാവ് ആരാണ്? അത് എനിക്ക് തോന്നുന്നത് മോഹൻലാൽ തന്നെ. നമ്മുടെ ഇന്ത്യൻ സിനിമയിലെ ഒരു അത്ഭുതം തന്നെയാണ് മോഹൻലാൽ. അദ്ദേഹം ഒരു അവതാരമാണ്. ഒന്നുമില്ല, ജസ്റ്റ് ഹിസ് ഐസ്. There's not much of dialogues. അദ്ദേഹം സംഭാഷണം കുറവാണ്, പക്ഷേ ഹീസ് ആക്ടഡ് വിത്ത് ഹിസ് ഐസ്. മോഹൻലാൽ എന്ന നടൻ ബിയോണ്ട് കമ്പാരിസൺ ആണ്. உலக அளவில் ஒரு 10 சிறந்த நடிகர் இருப்பாங்க அப்படின்னா அதுல நம்ம இந்தியாவில இருந்து நிச்சயமா போகக்கூடிய ലഹരിയുടെ ഭൂതഗണങ്ങളെ കാവൽ നിർത്തി ശിലകളിൽ രൂപങ്ങൾ ഞാൻ ആവാഹിച്ചു വരുത്തും. അഭിനയത്തിന്റെ ഒരു ചക്രവർത്തിയാണ് അദ്ദേഹം. പക്ഷെ ഇന്നും when you see him on screen there's magic in that. നമ്മളെയൊക്കെ എല്ലാ കാലവും അതിശയിപ്പിച്ചു കൊണ്ടിരിക്കുക എന്നതാണ് മോഹൻലാലിന്റെ വിനോദം. മോഹൻലാൽ വിസ്മയങ്ങളുടെ അവസാനിക്കാത്ത ഒരു ഖനിയാണ് എന്ന് ഞാൻ വിശ്വസിക്കുന്നു. ഏത് പ്രതിസന്ധിയിലും വിളിച്ചു പറയാൻ എൻ്റെ മനസ്സിൽ സിനിമയിലെ തിരക്കത്തിലെന്ന പോലെ കുറച്ചൊരു വാചകമുണ്ട്, എനിക്ക് എൻ്റെ പിള്ളേരുണ്ട്. ഇന്ദുചൂടൻ എന്നൊരു വ്യക്തിയല്ല, നീ കണ്ടോ? Guys, ये था tribute video for Mohanlal sir and this birthday special massive is really awesome and I think Mohanlal sir को dialogues की जरूरत नहीं है. The way he act with his eyes, with his facial expression, that is enough and I just love his acting and each and every movie of his is really very unique and आपको उनका acting भी बहुत ज़्यादा unique लगेगा and that's why I think he is called as the complete actor. So I love Mohanlal sir and Bollywood film आजकल बहुत ही कमाल के movies ला रहे हैं back to back and each and every movie is going to entertain you a lot. So मुझे तो मैसेज वीडियो बहुत ही अच्छा लगा and अगर आप लोग इस वीडियो को देख चुके हैं देन आप लोगों को कैसा लाइक कमेंट बॉक्स में जो भी बताना है. चैनल पर नए हैं तो जल्द सब्सक्राइब कर लो एंड डोंट फॉरगेट लाइक एंड शेयर वीडियो. तो फ्रेंड्स फिर मुलाकात होगी और रिएक्शन वीडियो के साथ. तब तक बाय बाय.